ഈ ഒരു ലിംഗവ്യത്യാസമില്ലാത്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു. സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടു നിന്നിരുന്ന ഒരു കാലം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ പിന്നീട് വരികയും ചെയ്തു. ഇപ്പോൾ സ്ത്രീകൾ എത്താത്ത മേഖലകളില്ല. അത് വേണം. അതാണ് അതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുമ്പോൾ സ്ത്രീകൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുരുഷവർഗത്തെ ചവിട്ടിത്തേക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് നീതിയാണുള്ളത്? തീർച്ചയായും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റ് പോലും ഇന്നലെ അതീവ ദാരുണകരമായ ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ ഒരു സത്യം അത് വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അല്ലേ. കാരണം ഈ വിമൻ കാർഡ് ഇത് വളരെ മുമ്പേ പല വിഷയങ്ങളിലും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആക്ച്വലി നമുക്ക് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം തൊട്ട് തന്നെ നമുക്കറിയാം. പ്രസക്തമായ കാര്യങ്ങൾ അതിൻ്റെ തുള്ളപ്പോൾ പോലും അതിനെ വേറെ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഏറ്റവും ഫേക്ക് അലിഗേഷൻസുമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും നീതി കിട്ടേണ്ട ഇരകൾക്ക് അത് കിട്ടത്തുമില്ല. കാരണം നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും അതേ ഇതാണ് എന്നുള്ളൊരു നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതേ ഇതാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ സംഭവിച്ചേക്കണം. ആക്ച്വലി ഈ ബസ്സുകളിൽ തോണ്ടലും അങ്ങനത്തെ സംഭവങ്ങൾ അനുഭവിക്കാത്തവരൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ അത് ഇങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് പ്രതികരിക്കാനും തൊണ്ട് നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിൻ ഉണ്ടാവും. ആ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ആ മൊമെൻറ്റിൽ തന്നെ പ്രതികരിച്ച് ഇതാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പം കണ്ടന്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ഈ മോണിറ്റൈസേഷനൊക്കെ കൊടുത്ത് തുടങ്ങിയ ശേഷം ഇപ്പം എല്ലാവർക്കും പ്രശസ്തിയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാം എന്നുള്ളൊരു രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മോബ് ലിഞ്ചിങ്ങിന് ഇട്ടുകൊടുത്തൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുമായിരുന്നു എന്തായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതി എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കണമെന്ന് വെച്ചാൽ സ്ത്രീ സംരക്ഷക അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവർക്ക് അവരുടെ ആ ഒരു പേജ് അല്ലെങ്കിൽ പ്രൊഫൈലിന് റീച്ച് കിട്ടുക. അതുവഴി ഇപ്പം നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ യൂട്യൂബേഴ്സും കുറേ ഓൺലൈൻ മീഡിയാസും മറ്റു മീഡിയാസും എല്ലാം ഉടൻ സ്ത്രീ പോരാളി അല്ലെങ്കിൽ നീ തീയാണ് പെണ്ണെ നീ തീയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹാഷ്ടാഗ്സ് ഒക്കെ ഇട്ടിട്ട് ഉടനെ നമുക്ക് പുതിയൊരു പോരാളിയെ കിട്ടിക്കഴിഞ്ഞു. പുള്ളിക്കാരത്തി അതൊക്കെ മനസ്സിൽ ആക്കി അങ്ങനെ മനസ്സിൽ വെച്ചിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് ബസ്സിൽ കയറിയിട്ട് മനഃപൂർവ്വം ഒരാളെ കുരുതി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ശരിക്കും അത് മോബ് ലിഞ്ചിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്കൊന്ന് കൊലക്കുറ്റത്തിന് കേസെടുക്കാം. തീർച്ചയായും ഞാനിത് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇത് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും 1-2 ദിവസം സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ്സ് പോലും ഇല്ല അങ്ങനെ ഇട്ടിട്ടത് വീണ്ടും മറവിലേക്ക് പോകും. അടുത്ത ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തുടക്കം ആദ്യം ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരുന്നു. അതിനുള്ള സമയം കഴിഞ്ഞു പോയി. കാരണം നമ്മൾ എന്താ ചെയ്യണം, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സത്യമാണോ ഫേക്കാണോ അതിൽ എഡിറ്റഡ് ആണോ ഇതൊന്നും നമ്മൾ നോക്കൂല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുമ്പോൾ ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കമൻറ്റ് കൊടുക്കുന്നു. മാക്സിമം ലൈക്ക് റീച്ച് ഷെയർ ആയി കഴിയുമ്പോൾ ആദ്യം എന്താ പറയുക വ്യൂസ് കിട്ടുകയാണ്. വ്യൂസ് കിട്ടുന്നതനുസരിച്ച് റീച്ച് കിട്ടുന്നു. റീച്ച് കിട്ടുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഹിസ് ബിക്കമിങ് ഭയങ്കര പോപ്പുലർ സെലിബ്രിറ്റി ആയിട്ട് മാറുവാണ്. ഈ രീതി ആയതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇന്നിപ്പോൾ നമുക്ക് കാണുന്ന കുറേ സോ കോൾഡ് ആൾക്കാർ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഉദയം കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊരു ഫേക്ക് അലിഗേഷൻസ് പണ്ട് തൊട്ടേ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എടുത്ത് പറയുന്നത് കാണുമ്പോൾ ഇതേ ഇത് സംഭവങ്ങൾ കല്ലട ബസ്സിൻ്റെ ഒക്കെ ഒരു ഇൻസിഡൻറ്റ് പണ്ടുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിസ്റ്റ് ലേഡിയൊക്കെ അന്ന് നടത്തി. പിന്നെ നമ്മൾ അയാൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ച് പോയിട്ടില്ല. കാരണം അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് തോന്നാത്ത രീതിയിൽ ആണായതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഇര എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചേക്കണം. ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണ്ണിൻ്റെ മുഖം മാത്രമാണ്, അല്ലെങ്കിൽ കരയുന്ന പെണ്ണിൻ്റെ ചിത്രമാണ് ഇവിടുത്തെ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുസമൂഹം ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരയുന്ന ഇവരോട് കൂടുതലായിട്ട് ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും സമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ധിക്കാരത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ അബലയാണ് തബലയാണ് ചെണ്ടയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉടനെ കുറേ പേര് ഞാനങ്ങനെ പറഞ്ഞൊരു സോക്കോൾഡ് കുറേ സ്ത്രീ സംരക്ഷകരുണ്ട്, പാവാട താങ്ങികൾ അങ്ങനെയുള്ള. ഞാനിപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പറയുന്നത്. കാരണം ഇവിടെ ശക്തമായിട്ട് വേണ്ടത് ഒരു ശരിക്കും പറഞ്ഞ പുരുഷ കമ്മീഷൻ ഉണ്ട്, ആവശ്യമാണ്. കാരണം ഞാനിപ്പോൾ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ട്രോളിയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ രാഹുൽ ഈശ്വർ എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷെ അപ്പോൾ അന്നേരം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിലപാട് വന്നു കഴിയുമ്പോഴേക്കും ശരിക്കുള്ള കുറേ സ്ത്രീകൾ ആക്ച്വലി ഹരാസ്മെൻറ്റ്, കാരണം സമൂഹത്തിൽ വെള്ളി വെളിച്ചത്തിൻ്റെ മുന്നിലും നിൽക്കാത്ത ഒരുപാട് ശരിക്കും താഴെ പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകളുണ്ടാവും. അവർക്ക് ശരിക്കും നീതി ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ആൾ പീഡിപ്പിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഒരു പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാശോ അങ്ങനെയൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ആ കേസ് തേച്ചു മായ്ച്ച് ആ രീതിയിൽ ദുരുപയോഗം ഏതിലും ഉണ്ടാകും. അവിടെയാണ് കോടതി കാര്യം. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം.
ആക്ച്വലി ഇവിടെ സ്ത്രീ നിയമങ്ങൾ കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്? പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രിവിലേജ്. നമുക്കറിയാം പോക്സ ആക്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നവന്മാരെ കൃത്യമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യണം. കാരണം ആരോടെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ഒരു ആക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസും ഇതൊന്നുമില്ല, മീഡിയാസിൽ പത്രം പിറ്റേ ദിവസം തന്നെ പത്രം വരുവാണ്, ഉള്ള ചാനലുകളിൽ കാണിക്കുവാണ്. ആ കുട്ടി പറയുന്നതിന് മാത്രം നമ്മൾ, അല്ലെങ്കിൽ കുട്ടിയോട് പോലും ചോദിക്കുന്നതിന് മുമ്പ് പാരൻസ് ഉണ്ടാക്കുന്ന ഒരു കുക്ക് സ്റ്റോറി, ഒരു വൈരാഗ്യം വന്നാൽ മതി. അതിര് തർക്കത്തിൻ്റെ പേരിൽ വരെ, മതിലിൻ്റെ പേരിൽ പ്രശ്നം വന്നാൽ പോലും വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കിപ്പിച്ചിട്ട് ഇത് കുറേ ആയി. അപ്പോൾ എന്ത് കാര്യവും ഇവിടെ കൊണ്ടുവരണം നല്ലൊരു, എന്താ പറയുക, നല്ല സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ എന്താ പറ്റും, നമ്മുടെ കേരളത്തിൽ അത് വന്നു കഴിയുമ്പോഴേക്കും പലരും അവരുടെ നിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ പോലെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇതൊക്കെ നമ്മൾ വലിച്ച് വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ച് മറ്റു രീതിയിലാക്കുകയാണ്. അതാണ് ഇവിടെ വിമൻ കാർഡ്. ഇത് മീറ്റു, നമ്മളറിയാം മീറ്റുവിൻ്റെ ആരോപണം വന്ന പിന്നെ അങ്ങോട്ട് മീറ്റുവിൻ്റെ ഒരു കുത്തൊഴുക്കാണ്. ആർക്കെതിരെയും ഇപ്പോൾ വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഉടനെ ഒരു മീറ്റു ആരോപണം വന്നു കഴിഞ്ഞാൽ ഇത് കോമൺ ആയി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ. ശരിക്കും എനിക്ക് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടൊരു വസ്തുത തോന്നിച്ചാൽ ഈ സ്ത്രീ അതൊരു പൊതുപ്രവർത്തകയായിരുന്നു എന്നാണ്. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വാർത്ത. പൊതുപ്രവർത്തകയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അല്ല എല്ലാം ഉണ്ടായിരുന്നു. ഇത് സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഒരു സ്ത്രീ, ഇത് ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഒരു പുരുഷൻ ഇതുപോലൊരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വീഡിയോ എടുത്തൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എന്തായിരുന്നു അവസ്ഥ? കേരളം നിന്ന് കത്തിയനെ. സാംസ്കാരിക, അതും മേ ബി ആ പുരുഷൻ ഒരു ഹിന്ദുവും അങ്ങനെ ചെയ്ത, സ്ത്രീ ഒരു മുസ്ലിമുമാണ്. കാരണം ഞാനിത് മതം കൊണ്ടുവരുന്നില്ല, പക്ഷെ ഇവിടുത്തെ ഒരു നമ്മുടെ ഇരട്ട നീതി വെച്ച് പറയുവാണ് കേട്ടോ. ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇക്കണ്ട സാംസ്കാരിക നായകന്മാർ എല്ലാവരും ഓടിയിട്ട് തുടങ്ങും അല്ലേ? പ്ലക്കാർഡ്സ്, ഹാഷ്ടാഗ്സ്, സ്ത്രീ സംരക്ഷകർ എല്ലാവരും നമുക്കറിയാം ഈ തെരുവിൽ ഇറങ്ങി മെഴുകി ഭയങ്കര ഉണ്ടായത്. ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സംഭവം കൂടി ഓർക്കണം. കണ്ണൂരിലെ PP ദിവ്യ നടത്തിയ പരുഷമായ വാക്കുകളിലൂടെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലെത്തിയത്. തീർച്ചയായും അതാണ് പറഞ്ഞത്. ഞാൻ ഒരേ യുഗത്തിൽ കിട്ടുന്ന രണ്ടുപേരായിട്ടാണ് തോന്നിയത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി അധിക്ഷേപം പരസ്യമായിട്ട് നടത്തുന്നു, പോകുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? അവിടെ നമ്മൾ കാണുന്നുണ്ട് വ്യക്തമായിട്ട്. കാരണം ഒരു തെളിവില്ലാതെ ഒരാളെ അവർക്ക് അന്നേരം വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് സമൂഹ മാധ്യമത്തിൽ മോബ് ലിഞ്ചിങ് ഇട്ടുകൊടുക്കാനാണ് ശ്രമിക്കണേ. അങ്ങനെ ഒരു പഴുതുണ്ടാക്കാതെ അങ്ങനെ വരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ആ മനുഷ്യൻ പോട്ട് സൂയിസൈഡ് ചെയ്യണം. ഇവിടെ അത് സംഭവിച്ചു കഴിഞ്ഞു. മോബ് ലിഞ്ചിങ് നമ്മൾ കണ്ടു. ഈ വീഡിയോസിന് വ്യൂസ് ആയിരുന്നു, സ്ത്രീ ഇട്ട് കഴിഞ്ഞ വീഡിയോസിന് വ്യൂസ് ആയിരുന്നു. അതിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കമൻറ്റിൽ അയാളെ കൊത്തി വലിച്ച് കീറി ആൾക്കാർ അയാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു. ഇതാണ് മലയാളികളുടെ പ്രബുദ്ധത. അല്ലെങ്കിൽ മല്ലൂസിൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കത്തില്ല. നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്നൊന്നും അറിയത്തില്ല. പുരുഷനാണോ, അല്ലെങ്കിൽ ഉടനെ ഒന്നുകിൽ മതം നോക്കും, അല്ലെങ്കിൽ പുരുഷനാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങ് സത്യമാണ് എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എന്തായി, ഓപ്പോസിറ്റിൽ ആരാണോ ആ ഒരു കൃത്യം ചെയ്തത്, എന്തിനു വേണ്ടി ചെയ്ത്, റീച്ചിനും ഇതിനും സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവരങ്ങ് ആയിക്കഴിഞ്ഞു. പക്ഷെ ഈ ഒരു പ്രവണത നമ്മൾ ഞാൻ പറഞ്ഞ ഓരോ വീട്ടിലുള്ള സ്ത്രീകൾ, കാരണം ഇത് നമ്മുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, ആങ്ങളമാരുണ്ടാവാം, നമുക്കിനി മക്കൾ, ഇതെല്ലാം ഈ സൊസൈറ്റിയിൽ ഇറങ്ങേണ്ടതാണ്. നാളെ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാമറ കാട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ, കാരണം പൊതുഗതാഗത സംവിധാനങ്ങളിൽ പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട്, ജനറൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് സ്ത്രീകൾ ഇരിക്കുവാണ്, പുരുഷൻ മിണ്ടത്തില്ല. അപ്പം അവരൊക്കെ കിട്ടുന്ന സീറ്റിലൊക്കെ ഇരുന്ന് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതെല്ലാം പുരുഷന്മാരായിരിക്കും, സ്ത്രീകൾ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം, കാരണം ഇവിടെ ജെൻഡർ, എന്ത് കാര്യത്തിലുള്ള ജെൻഡർ ഇത് പറയും. ശബരിമലയിൽ മാത്രം മതിയായിരുന്നു അല്ലേ തുല്യത, അതായത് സ്ത്രീക്കും പുരുഷനും, പക്ഷെ ബാക്കി ഒന്നിനും വേണ്ട. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്ത്രീക്കാണ് അവിടെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്കിവിടെ ഞാൻ പറയുന്ന നിയമം, നീതി, ക്രിമിനൽ മൈൻഡ്, ഇവിടെ ആണ് പെണ്ണ് വേർതിരിവ് പാടില്ല. ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ട മീഡിയാസിൽ മുഴുവൻ അയാളുടെ പേര്, വകയിലുള്ള കുഞ്ഞമ്മയുടെ ബന്ധുവിൻ്റെ അഡ്രസ്സ് വരെ പത്രത്തിൽ ഉണ്ടാവും. പക്ഷെ ഒരു സ്ത്രീ ഇന്നലെ നടന്ന സംഭവം, ആ ബസ്സിൽ നടന്നത്, അതൊരു ആ സ്ത്രീയുടെ ഒരു സാഡിസമായിരിക്കാം. സാഡിസ്റ്റ് പക്ക ക്രിമിനൽ മൈൻഡാണ് ആ ലേഡി. ബിക്കോസ് അതാണ് ഞാൻ പറയുന്നത്, അവരൊരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് തന്നെയാണ് ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. നാളെ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു ഇത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റുള്ളൊരു ലേഡി, ഒരിക്കൽ അവർ പഞ്ചായത്തിൻ്റെ എന്തൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ, UDFിൻ്റെ ലീഗിൻ്റെ, നമ്മളിവിടെ രാഷ്ട്രീയം എന്നല്ല, പക്ഷേ ചില കാര്യങ്ങൾ രാഷ്ട്രീയം പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയാണ് ഇവിടെ ശക്തമായിട്ട് ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലൊക്കെ അങ്ങ് പുറത്താക്കണം. ഇങ്ങനത്തെ എന്താ പറയുക പ്രശ്നങ്ങൾ വരുമ്പോൾ പാർട്ടി സംരക്ഷിക്കാൻ നിൽക്കരുത് ആരെയും.
അത് കൃത്യമാണ്. കാരണം സ്ത്രീകൾക്കും ഒരുപാട് ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഇത്തരം പാർട്ടികളിൽ കയറി ഏത് 3 നമ്മൾ പറയുന്നത് പ്രസക്തമായിട്ട് ഏത് പാർട്ടി ആയിക്കോട്ടെ 3 പാർട്ടികളിലും ഉണ്ടാവും. പക്ഷെ എന്താ എനിക്ക് പാർട്ടി എന്നെ ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും പാർട്ടി സംരക്ഷിക്കാൻ ഉണ്ട് എന്നുള്ള ഫീൽ വരുന്നതുകൊണ്ടാണ് ഇവളുമാർ എല്ലാവരും അങ്ങ് എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നത്. ഇവരൊന്ന് ആലോചിച്ച് നോക്കും, ഇവർ ജയിച്ച് ഒരു പൊതുപ്രവർത്തകയായിരുന്നെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ വീട്ടിൽ വോട്ട് വയ്ക്കാനൊക്കെ പോയി കഴിഞ്ഞ് ഇതേ മൊബൈൽ വെച്ചിട്ട് ആരാണെങ്കിലും കൊടുക്കാമല്ലോ, എതിർ പാർട്ടിയിലുള്ളവരെ കുടുക്കിക്കൂടെ എന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ നമുക്കിതൊക്കെ. അപ്പം സത്യത്തിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് അവരൊരു പൊതുപ്രവർത്തകയായിരുന്നു, ഒരു കണ്ടന്റ് ക്രിയേറ്റർ, സാഡിസ്റ്റ് ആയിരുന്നു. അതും അങ്ങനെ ഉള്ള മൈൻഡ് സെറ്റുള്ള ലേഡി ആയതുകൊണ്ട് തന്നെയാണ് അവരുടെ പരസ്യമാവണം, അവരുടെ പേര് പരസ്യമാവണം, അവരുടെ മുഖം പരസ്യമാവണം. ഇവിടെ ഒന്നും ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് അവർക്കൊരു അതിജീവിത സ്റ്റാറ്റസ് കൊടുക്കുന്നത്? ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീക്ക് അവർക്ക് എന്നാ ചോദിക്കുന്നത്, എന്തിനാ സ്വകാര്യത അവിടെ നോക്കേണ്ട ആവശ്യമുള്ളത്? അവർക്ക് സ്വകാര്യത എന്നൊരു സംഭവം ആ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു. അതായത് പ്രൈവറ്റ് സ്പേസ് ആണ്. അവർക്കത് ഒരു തെറ്റയാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നീതി നിയമ സംവിധാനങ്ങളുണ്ട്. ബസ്സിൽ അപ്പോൾ പ്രതികരിക്കാം, കണ്ടക്ടറിനോട് പറയാം, പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടൂ, ഇങ്ങനെയാൾ ഇതൊന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരുന്ന് വീഡിയോ എടുത്തിട്ട് മറ്റാരോ ആ ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ ഉപദ്രവിക്കണ കണ്ടിട്ട് മിണ്ടാണ്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും ഇല്ല. പക്ഷെ ഇവർ മനഃപൂർവ്വം നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം അയാളെ അങ്ങനെ മീൻസ് ഇവരെങ്ങോട്ട് ചെന്ന് അയാളുടെ കയ്യിൽ ഒരു ബാഗൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എങ്ങനെ ടാർഗറ്റൈസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പാവമാണെന്ന് തോന്നി ടാർഗറ്റ് ചെയ്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് അത് ഒരു വീഡിയോ അല്ല ഒന്നിട്ടു. അതിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ രണ്ടാമതൊരു വീഡിയോ കൂടെ ഇട്ടിട്ട് സൈക്കോളജിക്കലി അങ്ങ് ക്ലാസ് എടുക്കുവാണ്. അയാളുടെ ശരിക്കും മാനസിക വൈകൃതം ഇവൾക്കാണ്. ഇങ്ങനെ തന്നെ പറയേണ്ടി വരും, ഇവരെന്നല്ലേ പറയണ്ടേ, ഇവളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അത്രയും വിഷമമുണ്ട്. ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, അച്ഛൻ്റെ അമ്മയുടെ ഒരു കരച്ചിൽ. കാരണം ഈ ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ പുത്രദുഃഖത്തോളം വലിയൊരു ദുഃഖം വേറെ ഇല്ല. ഇനി എത്ര വർഷമാണ് ആ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അച്ഛനും അമ്മയും ഈ മകൻ, കാരണം തെറ്റ് ചെയ്ത മകനല്ല, സൊസൈറ്റിക്ക് മുന്നിൽ ഇങ്ങനെ കടിച്ച് കീറാനും ഇട്ടുകൊടുത്തു, മോബിലിയും ചെയ്യുന്നത്. അതാണ് ആ സ്ത്രീ ചെയ്ത ഏറ്റവും വലിയൊരു PP ദിവ്യയ്ക്ക് ശേഷം കേരളം കണ്ടിട്ടുള്ള ഒരു സാഡിസ്റ്റ് മൈൻഡ് സെറ്റുള്ള സ്ത്രീ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ആക്ച്വലി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ്, മോബിലിഞ്ചിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം അയാൾക്ക് മാനസിക വൈകൃതം ആ ഒരു ഇതിലുള്ള അലിഗേഷൻസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണെന്ന് അയാൾക്കറിയാം. ഇനി അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് വന്നാൽ പോലും ഒരു മീഡിയാസ് ഇപ്പോൾ അച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ടുള്ള ഫ്രണ്ട് പേപ്പറിൽ അയാളുടെ പേര് കൊടുത്തിട്ടുള്ള ഒരു പത്രം അയാൾ നിരപരാധികളും തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാർത്ത കൊടുക്കില്ല. കാരണം എല്ലാവർക്കും റീച്ചാണ് വേണ്ടത് സർ. കാരണം ആ റീച്ച് മനുഷ്യനെ പച്ചയ്ക്ക് കൊത്തി കീറി അതിൻ്റെ ലൈക്കും റീച്ചും അതിൽ നിന്ന് കിട്ടുന്ന ഡോളറും വെച്ച് ജീവിച്ചിരിക്കുന്ന മീഡിയാസും ഓൺലൈൻ യൂട്യൂബേഴ്സും പിന്നെ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉള്ള കാലത്തോളം ഇനിയും ആൾക്കാരുണ്ടാവും, ഇതുപോലെ രക്തസാക്ഷികൾ ഉണ്ടാവും എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ കൊന്നതാണ്. നമുക്ക് മരണത്തിൽ ശരിക്കും നടന്ന ഒരു കൊലപാതകം തന്നെയാണ് ആ മനുഷ്യനെ. അപ്പോൾ ആ മനുഷ്യനറിയാം ഈ ഒരു കേരളത്തിൽ ഇങ്ങനെ ജീവിച്ചിരുന്നത് കാര്യമല്ല. കാരണം അയാളുടെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ അയാളെ അടുത്തുള്ള നാട്ടുകാരായിക്കോട്ടെ പറയുന്നത് നീ അങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ ചെയ്ത് ഞരമ്പലല്ലേ, ഈ ഒരു രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. പുള്ളി ഞാനൊരിക്കലും അയാളെ കുറ്റപ്പെടുത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ എളുപ്പമാണ് ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷേ ഈ സൊസൈറ്റിയിൽ ജീവിച്ചിരിക്കാൻ വലിയ ഇങ്ങനത്തെ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരപരാധി ആണെന്ന് പ്രസൻറ്റ് ചെയ്ത് ജീവിച്ചിരിക്കാൻ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. ശരിക്കും ഇവിടെ പുരുഷ കമ്മീഷൻ വേണം. ഇത്തരം രീതിയിലുള്ള പുരുഷ കമ്മീഷൻ ഇത് കൊണ്ടൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഇരകൾ, പ്രിവിലേജ് ഇല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി എന്താ പറയുക നീതി കിട്ടത്തില്ല. കാരണം സൊസൈറ്റി എല്ലാം ഇനി സംശയ ലാക്കോട് കൂടിയേ കാണും. ശരിക്കും അവിടെ ഒരു ക്രൈം നടന്നൊരു പുരുഷൻ ഇനി യഥാർത്ഥത്തിൽ ഉപദ്രവിച്ചാൽ പോലെ ഒരു സ്ത്രീക്ക് ഭയമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ സൊസൈറ്റി നമുക്കിപ്പോൾ അങ്ങനെ ഒരു കണ്ണുകൊണ്ടല്ലേ ഇപ്പോൾ കാണാൻ പറ്റും. ഇവളൊരു ഈ ഒരു പൊതുപ്രവർത്തക എന്ന് പറഞ്ഞുള്ള സ്ത്രീ, ഞാൻ ആക്ച്വലി ഐ വോണ്ട് ടു കോൾ ശരിക്കും ഡ്രാക്കുള, അങ്ങനെ ഒരു സ്ത്രീ അത് ചെയ്തതുകൊണ്ട്, ഒരു പുരുഷനെ കുത്തിപ്പറിച്ച് കീറി ഇട്ടതുകൊണ്ട് ഇനി യഥാർത്ഥ സ്ത്രീകൾക്ക് ശരിക്കുമുള്ള ഇരകൾക്കും നീതി കിട്ടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ എന്താ പറയുക പുരുഷന്മാർ, ഞാൻ ദയവ് ചെയ്ത് പുരുഷന്മാരോട് പറയാം കരുതിയിരിക്കുക. കാരണം ഈ ഒരു സൊസൈറ്റി ഇന്നെന്ന് പറയുമ്പം നമ്മൾ പണ്ട് ചൊല്ല് പറയും നാടി ഭരിച്ചിടം അങ്ങനെയൊക്കെ പറയും. ഇന്ന് നാടികളാണ് നാരായ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നത് പുരുഷകുലത്തിൻ്റെ. സോ ഞാൻ തീർച്ചയായിട്ടും പറയും, കാരണം ഫെമിനിസ്റ്റുകൾ കുറേ പേര് ഇങ്ങനെ ഇറങ്ങും, അവർക്ക് കുടുംബമില്ല ഒന്നുമില്ല. ഫെമിനിസ്റ്റുകൾക്ക് കാരണം യഥാർത്ഥ ഫെമിനിസ്റ്റ് അല്ല, ഫേക്ക് ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെളുപ്പിക്കലിൻ്റെ അങ്ങോട്ട് ഇത് കാണാം, ഞാൻ അവളുടെ ട്രോമ കണ്ടു കാണാം സാർ. ഇനി പോസ്റ്റുകളായിരിക്കും, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ട്രോമ എന്ന് പറഞ്ഞ പോസ്റ്റുകൾ ഇനി വരും. ഇതൊക്കെ ഇങ്ങനെയാണ്. കാരണം വെച്ചാൽ ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന പലർക്കും വെച്ചാൽ അവർക്ക് കുത്തഴിഞ്ഞ് ഇങ്ങനെ നടക്കണം. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരം കുടുംബം വേണ്ട, സിസ്റ്റം വേണ്ട, വ്യവസ്ഥിതി വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എന്താ കുറേ പാട്രിയാർക്കി എടുത്ത് പറയുക, കുറേ പുരുഷന്മാർക്ക് നെഞ്ചത്ത് കയറുക, ജീവിക്കുക, കുറേ പാവാട താങ്ങികളും. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുചിത്രം. വളരെ സങ്കടകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.